ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സുധീഷ് ഒരാൾ ആദ്യമായി കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സുഭാഷിന് വേണ്ടി പെണ്ണ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇവർ. അപ്പോൾ സുധീഷ് വിളിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിധി സംസാരിച്ച് കേൾപ്പിക്കുന്നു. സുധീഷ് തട്ടി വിടുന്ന നുണ അത് ഫുള്ള് നിധി ഇങ്ങനെ അങ്ങ് പകർത്തി സംസാരിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കിട്ട് വെച്ചതായിരുന്നല്ലേ എന്ന് സുധീഷ് നിധിയോട് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഹരീഷും നികേഷും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവർക്ക് ശരിക്കും ഒരു തമാശ ഇതൊക്കെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിച്ചാൽ എങ്ങനെയാകും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഫോൺ വിളിക്കുന്നത് പോലെ അഭിനയിക്കാം. അപ്പോൾ നമ്മുടെ സുധീഷ് സംസാരിക്കുന്നത് കേട്ടോ അവർ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നാൽ ഞങ്ങൾ ഓക്കെയാണ് കേട്ടോ, എൻ്റെ ഏട്ടനെ കണ്ടാൽ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നിധി ഇതെല്ലാം കേട്ട് മതി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ എന്താ നിധി കൂടുതൽ നന്നായി പോയോ എന്ന് സുധീഷ് ചോദിച്ചു. അപ്പോൾ തള്ളു മാറി പുന്തായെന്നേ ഉള്ളൂ എന്ന് നമ്മുടെ ഹരീഷ് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഹരീഷിനെ സംസാരിച്ചാൽ പോരെ എന്ന് ചോദിച്ചു നിധി. അയ്യോ ഹരീഷ് ഏട്ടനോ എന്ന് നികേഷ് ചോദിച്ചു. അയ്യോ ഏട്ടത്തി, അത് എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും അറിയത്തില്ല, അതാ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു നിധി. ബെസ്റ്റ്, ഞാൻ സംസാരിച്ച് ശരിയാവാത്തതാണ് ഇവൻ സംസാരിച്ചാൽ ശരിയാവുന്നതെന്ന് സുധീഷ് ചോദിക്കാം. എന്നെ ആയിരിക്കും എന്ന് സുധീഷ് നിൽക്കുമ്പോൾ എന്താ സംശയം എന്ന് നിധി സുധീഷിനോട് ചോദിച്ചു. അതെ, ഹരീഷ് സംസാരിച്ച 2 ഗുണങ്ങളുണ്ടാകും. 1 സിൻസിയറിറ്റി, 2 മെച്യൂരിറ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞു നിധി. ഇത് രണ്ടും നിങ്ങൾ സംസാരിച്ച ഉണ്ടാവത്തില്ല എന്ന് നിധി സുധീഷിനോട് പറയാം. മൂത്ത ചേട്ടന് വേണ്ടി ഞാൻ സംസാരിച്ചാൽ അത് ശരിയാവുമോ എന്ന് ഹരീഷ് ചോദിച്ചു. അപ്പോൾ ഈ പറഞ്ഞതാണ് മെച്യൂരിറ്റി, നീ സംസാരിച്ച ഒട്ടും ശരിയാവത്തില്ല എന്ന് സുധീഷ്. അപ്പോൾ എന്താ ഇതെന്ന് പറഞ്ഞു നികേഷ് ഇരിക്കുക. ശരിക്കും അച്ഛൻ സംസാരിക്കുകയാണ് വേണ്ടതെന്ന് നിധി പറയുമ്പം അതോട് പിന്നെ ആരും വിളിക്കേണ്ടി വരത്തില്ല, ബന്ധമേ അവിടെ വെച്ച് അവസാനിച്ചോളൂ എന്ന് നമ്മുടെ നികേഷ് പറയാം. അതെ, ഏട്ടത്തി സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഹരീഷ്. അപ്പോൾ അത് കറക്റ്റാണെന്ന് സുധീഷും. ഞാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾ സംസാരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞു. ഏട്ടത്തി വിളിച്ചാൽ മതി, വിളിക്കേട്ടത്തി എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു നിർബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോൾ വേണ്ട, ഏട്ടത്തി വിളിച്ചാലേ ശരിയാവുള്ളൂ, ഏട്ടത്തി വിളിക്കുന്നു പറഞ്ഞു ഇവർ നിർബന്ധിച്ച് നിധിയെ കൊണ്ട് വിളിപ്പിക്കും. അപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ഫോണിലേക്ക് നിധി വിളിച്ചു. ഹലോ, ഞാൻ മാട്രിമോണിയിലെ നമ്പർ കണ്ടിട്ട് വിളിക്കാം കേട്ടോ എന്ന് നിധി പറഞ്ഞു. പറഞ്ഞോളാം പറഞ്ഞ ചേട്ടൻ. ബാലകൃഷ്ണൻ സാറാണോ സംസാരിക്കുന്നതെന്ന് നിധി ചോദിച്ചപ്പം അതെ ബാലകൃഷ്ണനെ സംസാരിക്കുന്നത്, എൻ്റെ മോൾ ജ്യോതിക്ക് വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞൊരു പ്രൊഫൈലില്ലേ, ഒരു സുഭാഷ് എന്ന് പറയുന്നത്, അത് കണ്ടിട്ടാണ് വിളിച്ചതെന്ന് പറയുമ്പം ഓ ആണോ, നിങ്ങളാരാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ സുഭാഷിനെ അനിയൻ സുധീഷിൻ്റെ വൈഫാണ് സംസാരിക്കുന്നതെന്ന് നിധി പറഞ്ഞു. അത് കേട്ടോ സുധീഷൻ ഞെട്ടി ഐശോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നികേഷ് ഹരീഷ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം 3 പേർക്ക്. നിധി അങ്ങനെ പറഞ്ഞപ്പോഴേ അപ്പോൾ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ വളരെ മുന്നേ മരിച്ചതാ, അച്ഛനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും കേട്ടോ. സുഭാഷ് ചേട്ടന് മേസ്തിരിപ്പണിയാണെന്നും താഴെ 3 അനിയന്മാരുണ്ടെന്നും പിന്നെ വേറെ ആരും ഇല്ല എന്നും പറയും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ കുടുംബമാണെന്നും ഞാനും ഭാര്യയും 2 പെൺമക്കളുമാണ് ഉള്ളത്, മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം സൈറ്റിൽ നിന്ന് അറിഞ്ഞെന്ന് പറഞ്ഞു. പയ്യൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടമായെന്നും അതുകൊണ്ടാണ് ഇൻട്രസ്റ്റഡ് ആണെന്ന് അറിയിച്ചത് കേട്ടോ എന്ന് ചേട്ടൻ പറയാം. അപ്പം ഇനി എന്താ വേണ്ടതെന്ന് നിധി ചോദിച്ചു. നിങ്ങളൊരു നല്ല ദിവസം നോക്കി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പിന്നെ ആദ്യം ചെറുക്കനും പെണ്ണും നേരിൽ കണ്ടെന്ന് ബോധ്യപ്പെടട്ടെ എന്ന് പറയട്ടോ. 2 കുടുംബങ്ങൾക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത നടപടി ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞങ്ങൾ നല്ലൊരു ദിവസം നോക്കി എപ്പോൾ പെണ്ണാണാൻ വരുമെന്ന് അച്ഛൻ വിളിച്ചു പറയും കേട്ടോ എന്ന് പറഞ്ഞു. ഓ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആ ചേട്ടൻ. അയ്യോ സുധീഷിന് നിൽക്കക്കള്ളിയില്ലാത്ത ഭയങ്കര സന്തോഷം. അച്ഛൻ, ചേട്ടൻ, അനിയന്മാർ, ഭർത്താവ് പൊളി എന്നും പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും സുഭാഷ് അങ്ങോട്ടേക്ക് കയറി വന്നു. അച്ഛൻ വന്ന ഒരു നല്ല ദിവസം നോക്കാൻ പറയാം, എന്നിട്ട് വിളിപ്പിക്കാമെന്ന് പറഞ്ഞു നിധി ഇവരോട്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് നടക്കും എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ സുഭാഷ് അങ്ങോട്ടേക്ക് കയറി വരും. ഇവർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു സംസാരം. അപ്പോൾ എന്താടാ എല്ലാവരും കൂടെ രഹസ്യം എന്ന് ചോദിച്ചു. എന്നെ കണ്ടപ്പോൾ ടപ്പേന്ന് നിർത്തിയാൽ എന്താടാ ഞാൻ കേൾക്കാൻ മേലാത്ത വല്ലതാണോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇല്ലെന്നേ അങ്ങനെയൊന്നുമില്ല, കേൾക്കാൻ പാടില്ലാത്ത കാര്യം സംസാരിക്കുമ്പോൾ ഏട്ടൻ വന്ന് കയറിയത് എന്തിനാണെന്ന് ഹരീഷ് അന്നേരം സുഭാഷിനോട് ചോദിച്ചു. നിധി മോളെ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല സുഭാഷ് ഏട്ടാ എന്ന് നിധി പറഞ്ഞു. ഹരീഷ് വെറുതെ ചുമ്മാ ഓരോന്ന് പറയുന്നതാണെന്ന് പറയാം. വാ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് അവിടെ നിന്ന് അങ്ങ് പോയി. എന്തിനാ വെറുതെ എന്ന് ചോദിച്ചു നികേഷ് ഹരീഷിനോട് വഴക്ക് പറയാം. അപ്പം അതെ, അച്ഛനെ ഇൻവോൾവ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ കേട്ടോ എന്ന് ഹരീഷ് പറഞ്ഞു. പുള്ളിയുടെ നാവിൽ നിന്ന് വരുന്നത് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് പറയാം നിധി. അപ്പോഴത്തേക്ക് സുഭാഷ് വീണ്ടും വന്നു പോകാനുള്ള സാധനങ്ങളുമായിട്ട്. എന്താടാന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, ചുമ്മാ ഞങ്ങളിങ്ങനെ ശരി എന്ന് പറഞ്ഞു സുഭാഷ് അവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങനെ സുഭാഷ് അങ്ങ് പോകുന്നതും നോക്കി ഇങ്ങനെ ഇവർ നിൽക്കുന്നതിന് ശേഷം അച്ഛൻ്റെ അടുത്തേക്ക് നിധി ചെല്ലുക. അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞങ്ങൾ സുഭാഷ് ചേട്ടന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു, ബാക്കി പറയാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് അവിടുത്തെ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. പെണ്ണിനെ പോയി നിങ്ങൾ കണ്ടിട്ട് എല്ലാം ഉറപ്പിച്ചിട്ട് അവസാനം ചൊച്ചനുമായിട്ട് ഞാൻ സംസാരിക്കണമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുക ഇവരോട്. അതെന്തായാലും കൊള്ളാവല്ലോ,
അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇങ്ങേരോട് സംസാരിച്ചാൽ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ പറയുക. അപ്പോൾ അത് നിങ്ങൾക്ക് ആലോചിച്ച് കൊണ്ടുവരായിരുന്നില്ലേ, അത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു മിണ്ടാതിരിക്കാൻ നിധി സുധീഷിനോട് പറഞ്ഞു. ഇതൊന്നും ശരിയാവില്ലെന്നേ, ഞാൻ തന്നെ വേണമെങ്കിൽ അങ്ങ് സംസാരിക്കാമെന്ന് ഹരീഷ് പറയുമ്പോൾ ഒയ്യോ, അപ്പം ഞാൻ സംസാരിക്കല്ലേ ഹരീഷ്, അത് കഴിയുന്നത് വരെ ആരും ഇവിടെ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു നിധി. പറഞ്ഞത് കേട്ടില്ലേന്ന് ചോദിച്ചു. അതെ, അവൻ്റെ ഭാവം കണ്ടാ ഈ വീട്ടിലെ എല്ലാം അവൻ എന്നും പറഞ്ഞിരിക്കുന്നു. അവരോട് മാത്രമല്ല അച്ഛനോടും കൂടിയാണ് ഞാൻ പറഞ്ഞതെന്ന് നിധി അന്നേരം പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി ഞാൻ സംസാരിച്ച് തീരുന്നത് വരെ ആരും ഇടയിൽ കയറാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചു, പറയാൻ പറഞ്ഞു. അപ്പം നമ്മുടെ നിധി തുടങ്ങി. മാട്രിമോണിയിൽ നിന്ന് ആ കുട്ടിയെ കണക്ട് ചെയ്തതെന്നും പിന്നെ കുട്ടിയുടെ അച്ഛനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു എന്നും നിധി പറയുക കേട്ടോ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ എപ്പോൾ പെണ്ണ് കാണാൻ ചെല്ലുന്ന ആ കുട്ടിയുടെ അച്ഛൻ ചോദിച്ചു. അപ്പോൾ അത് നിനക്ക് തന്നെ അങ്ങോട്ട് പറയാമായിരുന്നില്ലേ, എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്ന് അച്ഛൻ നിധിയോട് ചോദിക്കുക അന്നേരം. ഓ അത് കേട്ടപ്പം ഏട്ടത്തി ഇങ്ങേരിത് ശരിയാകാൻ പോകുന്നില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്ന് നികേഷേ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിധി വഴക്ക് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പം അച്ഛാ അത് പറയാൻ എനിക്കറിയാത്തത് കൊണ്ടല്ല, പക്ഷെ പറയേണ്ടത് ഈ കുടുംബത്തിലെ മുതിർന്ന ഒരാളാവുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണെന്ന് നിധി അന്നേരം അച്ഛനോട് പറയുക. ഇങ്ങനെ ഇരിക്കും കേട്ടോ. നാളെ വെള്ളിയാഴ്ച അല്ലേ, ഉച്ച തിരിഞ്ഞാൽ നമുക്കൊന്ന് പോയാലോ? പോവാലോ എന്നാ അച്ഛൻ പറഞ്ഞ അന്ന് വെട്ടിവരെല്ലാവരും നോക്കാം, എന്നാൽ അതൊന്ന് വിളിച്ച് അവരോട് പറയണം. ഓ അത് ഞാൻ പറയാമല്ലോ, പറയേണ്ടത് കൂടെ പറഞ്ഞു തരണോ, തരുമോ? പക്ഷെ എങ്ങനെ അച്ഛനത് പറയുമെന്ന് ചോദിച്ചു. അതെ, അയ്യോ ഇത് റിഹേഴ്സൽ ചെയ്ത് കാണിക്കാൻ ഇത് മോണാക്റ്റൊന്നും അല്ലല്ലോ, മകൻ്റെ പെണ്ണ് കാണൽ ചടങ്ങിന് വരുന്നു എന്നുള്ള അറിയിക്കലല്ലേ. അപ്പം അതെങ്ങനെ പറഞ്ഞു തോലയ്ക്കോ എന്നാ നിധി ചോദിക്കുന്നത്. സുധീഷ് പറഞ്ഞേടാ ഇങ്ങനെ ഒരു വാക്കിനി ആരെങ്കിലും വേണം ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കും കേട്ടോ എന്ന് നിധി അന്നേരം ചാടി കയറി സുധീഷിനോട് പറഞ്ഞു. സുധീഷ് അന്നേരം ഓ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുക. എങ്ങനെ അവരോട് സംസാരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ എന്ന് നിധി ചോദിച്ചു. അത് കേട്ടപ്പം എന്തൊരു കഷ്ടമായി ഇതെന്നും പറഞ്ഞു അച്ഛൻ ഇരിക്കുക. എന്നിട്ട് കേട്ടോ, എന്തോ ആ പെണ്ണിൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞേ? അപ്പോൾ ബാലകൃഷ്ണൻ. അപ്പോൾ ഗോപാലകൃഷ്ണനോ? ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനെങ്കിൽ ബാലകൃഷ്ണൻ. ശരി നിങ്ങൾ കേട്ടോ. അങ്ങനെ അച്ഛൻ ഫോണിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ പോരാന്ന് പറഞ്ഞു നിധി. ഇങ്ങനെ സംസാരിച്ചെന്താ കുഴപ്പം? ഇത്തിരി മര്യാദയ്ക്ക് സംസാരിച്ചുകൂടെ അച്ഛാന്ന് നിധി ചോദിച്ചു. അതിന് മര്യാദകേടായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം, അതുപോലെ പറഞ്ഞാൽ മതിയെന്ന് നിധി. ഓ എൻ്റെ പൊന്നേ, എൻ്റെ ശിവനേ. ശരി പറ. ഇനി വയസ്സാം കാലത്ത് മനുഷ്യനോട് സംസാരിക്കാൻ ട്യൂഷന് പോകണമെങ്കിൽ അങ്ങനെ നിധി കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും അവിടെ ഇരുന്ന് ഭയങ്കര ചിരി അച്ഛൻ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയുടെ കൂടെ പോക്ക് ശരിയാവില്ല ഞാൻ പറഞ്ഞതിന് ഇപ്പോൾ ഏട്ടത്തേക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. എടാ മഞ്ഞത്തവള് ഇത് എന്നതാടാ ഇത് എന്ന് ചോദിച്ചോണ്ട് അച്ഛൻ എന്ന് ഭയങ്കര ചിരി. എന്നിട്ട് നിധി ആ നമ്പറിൽ കുത്തി വിളിക്കാൻ തുടങ്ങുക. അപ്പം ഫോൺ ഇങ്ങനെ വിളിക്കുന്നത് പോലെ കാണിക്കുക. അപ്പോൾ ഹലോ നമസ്കാരം എന്ന് പറഞ്ഞു. മാട്രിമോണി. അപ്പോൾ നികേഷ് ഇപ്പുറ സൈഡ് ആ അച്ഛനായിട്ട് സംസാരിക്കുന്നു, ഇപ്പുറം നമ്മുടെ നിധി ഈ അച്ഛനായിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ രണ്ടുപേരും ഇവിടെ സംസാരിക്കുന്നത് ഇവർ രണ്ടുപേരും മോണാക്ട് രീതിയിൽ ഇവിടെ കാണിച്ചു കൊടുക്കുക. ഈ നമ്മുടെ ഭാസ്കരേട്ടനെ കൊണ്ട് മര്യാദക്കൊന്ന് സംസാരിപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നിധിയും നികേഷും കൂടി വളരെ സൗമ്യമായി സംസാരിച്ച് ആ സംഭവം അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പം അതെ ഇത് നാഷണൽ പെർമിറ്റിൽ ഒരു സ്വന്തമായിട്ടുണ്ടായിരുന്നവനാ. ഇന്ത്യ മുഴുവൻ ഞാൻ അതുമായി ചുറ്റി എല്ലാ ഭാഷയിലും ബിസിനസ് നടത്തി ശീലിച്ചിട്ടുള്ളവനുമാണെന്ന കാര്യം അച്ഛൻ ഇങ്ങനെ പറയണം. എന്നെ സുധീഷേട്ടൻ്റെ തള്ളലിപ്പോൾ എവിടെ നിന്നാണെന്ന് മനസ്സിലായില്ലേ എന്ന് നികേഷ് ചോദിച്ചു. പേടാടാ വേണ്ട എന്ന് സുധീഷ് നികേഷിനോട്. അപ്പോൾ നീങ്ങിതാ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ മേടിച്ചു. അതിനുശേഷം ഭാസ്കരേട്ടൻ സംസാരിക്കുക ആ ചേട്ടനുമായിട്ട്. ഹലോ അതെ ഞാൻ മൈ നെയിം ഈസ് ഭാസ്കരൻ, ക്യാൻ യു സ്പീക്ക് ടു ബാലകൃഷ്ണൻ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെ ബാലകൃഷ്ണനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇന്ന് രാവിലെ എൻ്റെ മരുമകൾ ഡോക്ടറിലോ നിങ്ങളെ വിളിച്ചായിരുന്നു. മാട്രിമോണിയിൽ എൻ്റെ മകൻ സുഭാഷിൻ്റെ പ്രൊഫൈൽ കണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതെ ഞങ്ങൾ വിശദമായിട്ട് സംസാരിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ, ഞങ്ങൾ കുറേ നാളായിട്ട് അന്വേഷിക്കുകയാണ്, പറ്റിയൊരു ബന്ധം ഇതുവരെ ഒത്തു വന്നില്ല എന്നൊക്കെ അച്ഛനിങ്ങനെ വളരെ മാന്യമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇംഗ്ലീഷൊക്കെ കൂട്ടി കലർത്തി. അപ്പോൾ നിങ്ങളുമായി എൻ്റെ മരുമകൾ സംസാരിച്ചപ്പോഴും നിങ്ങളെപ്പറ്റി മാട്രിമോണിയിൽ കൊടുത്തത് കണ്ടപ്പോഴും ഒരു നല്ല കുടുംബമാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ആ കുട്ടിയോട് സൗകര്യമുള്ളൊരു ദിവസം നോക്കി വരാൻ ഞാൻ പറഞ്ഞിരുന്നു എന്നാ ചേട്ടൻ പറയുമ്പം അതെ അത് നാളെ തന്നെ ആയാലോ എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അല്ല നിങ്ങൾക്ക് അസൗകര്യം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റാം എന്നും പറഞ്ഞു. എന്താ അസൗകര്യം, നാളെ തന്നെ കാണാമല്ലോ എന്ന് ആ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ വലിയ സന്തോഷം കേട്ടോ. പിന്നെ വീടിൻ്റെ അഡ്രസ്സ് എൻ്റെ മരുമകളുടെ ഫോണിലേക്കൊന്ന് അയച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവർ മക്കൾ അന്തം വിട്ട് നിൽക്കുക ഭാസ്കരയുടെ സംസാരിക്കുന്നത് കേട്ട്. ഓക്കെ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ ശരി എന്നാൽ. അപ്പോൾ ഓക്കെ താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഓക്കെ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു. ആ ചേട്ടനും ഓക്കെ നല്ല തങ്കപ്പെട്ട മനുഷ്യനെന്ന് ഭാസ്കരനെ പറ്റി ആ ചേട്ടൻ അവിടെ നിന്ന് പറയാം. ദറ്റ് ഇസ് ഇനഫ്.
ഇത്രയും മര്യാദ എന്നിൽ നിന്ന് പ്രശ്നം മതിയോ, അത് ഒന്നുകൂടെ വിളിച്ചിട്ട് ഇത്രയും മര്യാദ കയറ്റി പറയണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പം നമ്മുടെ നിധി കൈയടിച്ചു, കൂടെയുള്ള ബാക്കി 3 മക്കളും കൈയടിച്ചു. അങ്ങനെ പോളി പോളി എന്ന് പറഞ്ഞേക്കാം. പറഞ്ഞത് ശരിയാ, ഇങ്ങനെ സംസാരിക്കാൻ അറിയാവുന്ന ആൾക്ക് ഞാൻ ട്യൂഷൻ തരേണ്ട കാര്യമില്ല എന്ന് നിധി അന്നേരം പറഞ്ഞു കേട്ടോ. കൊക്ക് എത്ര കുളം കണ്ടിരിക്കുന്നു, കുളം എത്ര കൊക്കിനെ കണ്ടിരിക്കുന്നു, ഇതും കടന്നു പോകും എന്നും പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി. കൊക്കോ എന്നും പറഞ്ഞ നികേഷ് നേരം നിൽക്കാം. ഈ കൊക്കിൻ്റെ കേസ് എന്തിനാ ഇപ്പം പറഞ്ഞു? ഓക്കെ അല്ല, കൊക്കിൻ്റെ കേസ് ഉപേക്ഷിച്ച് വക്കീലിലും ഒക്കെ ആയിരുന്നല്ലേ എന്ന് നികേഷ് നേരം പറയാം. ഒരു അച്ഛൻ പുറത്ത് പോയിരിക്കുന്നു, ഒരു വീഡിയോ എടുത്ത് വലിക്കുന്നു. അത് കഴിഞ്ഞു, പിന്നെ രാത്രിയായി. അച്ഛൻ തൻ്റെ മുറിവൊക്കെ തന്നെ ഡ്രസ്സ് ചെയ്ത് കെട്ടി ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞു പിന്നെ അനിയന്മാരും അനിയത്തിയും കൂടി സുഭാഷിനോട് ഈ കാര്യം പറഞ്ഞു. സുഭാഷ് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുക. അപ്പം സുധീഷ് ചോദിച്ചു, എന്തിനാ ഇത്ര കിടന്ന് ആലോചിക്കാനിരിക്കുന്നതെന്ന് ചോദിച്ചു. എടാ, ഈ മാട്രിമോണിയിലും പരിപാടികളൊന്നും വേണ്ടായിരുന്നു, എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് സുഭാഷ് ചോദിച്ചു. എന്തിനാണെന്നോ, മുൻപും പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടല്ലോ, അന്നൊന്നും ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടുണ്ടല്ലോ ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അനിയന്മാർ, അപ്പോൾ ഏട്ടത്തിമാർ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇത് ശരിയാകും സുഭാഷ് ഏട്ടാ എന്ന് പറയുകയാണ് നമ്മുടെ നികേഷും. അന്നേരം എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നിധി ഇവരോട് പറയാം. പെൺകുട്ടിയുടെ അച്ഛനോട് നമ്മുടെ അച്ഛൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്ന് കേൾക്കുന്നത് ഭാസ്കരന് ഭയങ്കര ഇഷ്ടം. അദ്ദേഹം പുറത്തിരുന്ന് ഇതിങ്ങനെ കേൾക്കും കേട്ടോ. അവർ നാളെ കാത്തിരിക്കും. ഒന്ന് കണ്ടുവരുന്നത് കൊണ്ട് എന്താ കുഴപ്പമുള്ളത് എന്നൊക്കെ നിധി ഇങ്ങനെ സുഭാഷിനോട് ചോദിക്കും. അങ്ങനെ സുഭാഷിനെ നിർബന്ധിച്ച് ഇവർ സമ്മതിപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ പാതി മനസ്സോടെ നമ്മുടെ സുഭാഷ് സമ്മതിച്ച് പോകാമെന്ന് ശരിയെന്നും പറഞ്ഞു. അന്നേരമാണ് ഇവർക്കൊന്ന് ശ്വാസം നേരെ വീണത്. പിറ്റേന്ന് എല്ലാവരും ഒരുങ്ങുവാണ് പോവാനായിട്ട്. അപ്പോൾ അച്ഛൻ്റെ നല്ല മിടുക്കനായിട്ട് ഒരുങ്ങി ഇങ്ങനെ വന്നു. എന്താ വെച്ചാൽ റെഡി ആയോ എന്ന് സുഭാഷ് ചോദിച്ചു. അപ്പോൾ എന്നെ കണ്ടിട്ട് അങ്ങനെ അല്ലെന്ന് തോന്നുന്നുണ്ടോടാ, ഇനി ഇത് ശരിയായില്ലെങ്കിൽ അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു പാൻറ്റ് സൂട്ട് ഇട്ടുകൊണ്ടുവരാം, എന്താടാ എന്ന് അച്ഛൻ മോനോട് ചോദിക്കണം. എൻ്റെ പൊന്നോ അതൊന്നും ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കാശൊക്കെ ഉണ്ടാക്കി വലിയ വീടുണ്ടാക്കി കഴിയുമ്പോൾ അതിന് മുന്നിലൊരു കോലം തൂക്കും, അതിന് പകരം നിൽക്കാൻ ഒരു പാൻറ്റ് ഷർട്ട് ഇട്ട് വന്നാൽ മതി എന്ന് നികേഷ്. എടാടാ, പിന്നെ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് സുഭാഷ് ഏട്ടാന്ന് നികേഷ് പറയാം. അപ്പോഴേക്ക് സുധീഷും വന്നു. ശരി ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട്, നീ ചെവി നുള്ളി വെച്ചോളാൻ പറഞ്ഞു. ഈ ചെവിയാണോ എന്ന് ചോദിച്ചാൽ നികേഷ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നിധി ഒരുങ്ങി വന്നു. സാരിയൊക്കെ ഉടുത്താൽ നിധി വരുന്നത്. നിധി ഇങ്ങനെ സാരി എടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴേക്കും അച്ഛന് ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരും റെഡി ആയില്ലേ, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു നിധി. അപ്പോൾ നിധി എന്ന് പറഞ്ഞ് സുധീഷ് വിളിച്ച്, നിധിക്ക് സാരി നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സുധീഷ് ഇങ്ങനെ ഇവരെല്ലാവരെയും നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷൊക്കെ ചിരിക്കുക. അപ്പോൾ നികേഷ് ഏട്ടത്തി സാരി എടുത്തപ്പോൾ ശരിക്കും സുന്ദരിയായി കേട്ടോ എന്ന് നമ്മുടെ നികേഷ് പറഞ്ഞു. അപ്പോൾ ആണോ, താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷിന് താങ്ക്സ് കൊടുത്തു. അപ്പോൾ അത് കേട്ടപ്പോൾ സുധീഷ് അവനും മാത്രം താങ്ക്സ് അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിധി റെഡി ആയിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നു. അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. മോളെ ശരി, അതേ അന്നത്തെ പോലെ കോമഡി ഒന്നും കാണിക്കരുത് കേട്ടോ ഏട്ടാ എന്നിങ്ങനെ പറഞ്ഞു. എന്ത് കോമഡിയാണെന്ന് ചോദിച്ചു. അപ്പോൾ വട കോമഡി, പരിപ്പ് വട കോമഡി എന്ന്. എടാ, ഞാൻ ഒരു വിധത്തിൽ മര്യാദയ്ക്കെല്ലാം സംസാരിച്ച് ശരിയാക്കി നിർത്തിയിരിക്കാം, നീ ആയിട്ട് നാറ്റിക്കരുത് കേട്ടോ എന്ന് അച്ഛൻ പറഞ്ഞു. പാചക കോമഡിയൊന്നും വേണ്ട കേട്ടല്ലോ. അപ്പോൾ നമ്മുടെ നിധി ഇത്തവണ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം ബാ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി നമ്മുടെ സുഭാഷിന് പെണ്ണ് കാണാൻ പോകാം. എല്ലാവരും കൂടി ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോഴേക്കും പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഇറങ്ങി വന്നു. ഇവരെല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുന്നു. സുഭാഷിന് ടെൻഷൻ. അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിധി അച്ഛാ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു ഭാസ്കരേട്ടനോട്. അപ്പോൾ ഭാസ്കരേട്ടൻ എഴുന്നേറ്റ് എന്നിട്ട് എല്ലാവർക്കും നമസ്കാരമൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് മോളും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അച്ഛാ ഇരുന്ന് സംസാരിച്ചാൽ മതി എന്ന് നിധി പറയുമ്പോൾ ശരി അവിടെ ഇരുന്നു. അങ്ങനെ നമ്മളെപ്പറ്റി നമ്മുടെ വീടിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ നിധി പറയുക. അങ്ങനത്തെ നിധി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഭാസ്കരേട്ടൻ. എല്ലാം നിധി പറയുന്ന അനുസരിച്ചാണ്. അപ്പം മക്കളാണ് കുടുംബമൊക്കെ നോക്കുന്നത്, ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിലിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സുധീഷ് ഇങ്ങനെയൊക്കെ നോക്കുക. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നികേഷ് അന്നേരം ഇവിടെ നിന്ന് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സുഭാഷ് ടെൻഷൻ അടിച്ചിരിക്കുന്നു. പിന്നെ മക്കൾ ഇളയൻ കോളേജിൽ പഠിക്കുക, അതിന് മൂത്തവൻ വർക്ക്ഷോപ്പാണ്, ഇതാണ് മൂത്തയാൾ, ഇതാണ് ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അപ്പം മൂത്ത മകന് മുന്നേ രണ്ടാമത്തെ മകൻ്റെ കല്യാണം കഴിഞ്ഞോ, അതെന്ത് പറ്റി എന്നാ പെണ്ണിൻ്റെ അച്ഛൻ ചോദിച്ചു. അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ ബപ്പപ്പ അടിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക പെണ്ണിൻ്റെ വീട്ടുകാർ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത് ഞങ്ങളുടേതൊരു ലവ് മാരേജ് ആയിരുന്നു എന്ന് നമ്മുടെ നിധി ചാടി കയറി പറഞ്ഞു. അപ്പോൾ സമാധാനം, അത്ര രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. വീട്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടേത് ആദ്യം കഴിഞ്ഞതേ ഉള്ളൂ എന്ന കാര്യം നിധി പറയുക കേട്ടോ. അപ്പോൾ മോളോട് കാപ്പി കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ മോളോട് കാപ്പി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഇരിക്കുക. അപ്പോൾ വീടൊക്കെ അത് ഞങ്ങളുടെ സ്വന്തം വീട് തന്നെ, കുറച്ച് പഴയ മോഡലാണെന്ന് മാത്രം കേട്ടോ എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു. അതായത് നമ്മുടെ ഭാസ്കരേട്ടൻ. അപ്പോഴത്തേക്കും ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നത് ഏട്ടാ കുട്ടി വന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടി ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ വന്ന് നമ്മുടെ സുഭാഷിന് ചായയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എന്തായാലും നല്ലൊരു
എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ടാറ്റ.